നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ഇവിടെ നിന്നും നീങ്ങാനുള്ള സമയമായി. ഇന്നലെ വണ്ടിയെല്ലാം കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഫ്രഷ് ആരംഭം. അങ്കിൾ സി യു. ഓക്കെ, നൈസ് ടു മീറ്റ് യു. കംഫർട്ടബിൾ, വി ആർ ഗുഡ്. സി യു അഗെയിൻ. ഓക്കെ, പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. റെഡിയാണോ? ആർ യു റെഡി? എവിടാ പോകണ്ടേ? പാലാരിവട്ടം. ഇതിന് പാലാരിവട്ടം പോയാ അവന്റെ ഫ്രണ്ട്സിനെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ ഇവിടെ കഴിക്കാൻ പോകുന്നത് തീരുമാനിച്ചു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിന്റെ ആളോട് ചോദിക്കാം എന്താ ഭാഗം എനിക്കറിയാവോ. അബി, ആ ഹോട്ടലിന്റെ പേര് കണ്ടോടാ? എന്തോ പേരാണോ ദൈവമേ ഇട്ടിരിക്കുന്ന ഹോട്ടലിനൊക്കെ. അതിന്റെ ഇപ്പുറത്ത് എന്താ, പൊൻട്ര ഹോസ്പിറ്റൽ. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഫുഡ് ബ്ലോഗറോട് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചില്ല. നാഗർകോവിലെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തിരുനെല്വേലിയാണെന്നുള്ള കാര്യം മറന്നുപോയി തോന്നുന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഹരിപ്രസാദിന്റെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി മസാല ദോശ ഓർഡർ ചെയ്തു. മസാല ദോശ നെയ്യ് റോസ്റ്റ്. നല്ല ക്രിസ്പി മസാല ദോശ, 3 കൂട്ടം ചട്നി, സാമ്പാർ, വട നല്ല സോഫ്റ്റ് വടയാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം എന്താണെന്നറിയോ? ഒരു ഗീ റോസ്റ്റിന് 120 രൂപ, ഒരു മസാല ദോശയ്ക്ക് 95 രൂപ. അതെന്തോ സംഭവം ശരിക്കും. അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന് ഒരു വിലയില്ലേ? നെയ്യിന് ഇതിനും മാത്രം വിലയുണ്ടോ? ഉരുളക്കിഴങ്ങിന് ഒരു വിലയില്ലേ? വീണ്ടും സാമ്പാർ വാരിക്കൂരി കുടിച്ചോണ്ടിരിക്കുക. അതെന്തായിരിക്കും ഗ്യാസ്? അങ്ങനെ ഈ ചായക്ക് വില കുറവ്, കാപ്പിക്ക് വില കൂടുതൽ. അതേപോലെ മസാല ഇല്ലാത്ത ദോശയാണ് നെയ്യ് റോസ്റ്റ്. അതിന് നെയ്യ് അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തിനോട് 20-25 രൂപയ്ക്ക് വ്യത്യാസം വരുത്താൻ എന്തോ ഇതിന് മാത്രമുള്ളൂ. അപ്പൊ കിഴങ്ങിനൊരു വിലയില്ലേ, അപ്പൊ മസാലയ്ക്ക് ഒരു വിലയില്ലേ? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യാർ ഡാം ഇല്ലേ? ഏതാ നെയ്യാർ ഡാം? അറിയത്തില്ലടാ നിനക്ക്? അറിയോ? പോയിട്ടുണ്ടോ നീ? നമ്മുടെ പൊന്മുടി എന്നൊക്കെ പറയുന്ന സ്ഥലം. പൊന്മുടിയും പോയിട്ടില്ല. ഈ പൊന്മുടി, നെയ്യാർ ഡാം, ഇതൊക്കെ ഇരിക്കുന്നത് ശരിക്കും ഈ ഭാഗത്ത് അഗസ്ത്യമല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അഗസ്ത്യമല ട്രക്കിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് വർഷത്തിൽ കുറച്ച് ദിവസം മാത്രമേ അഗസ്ത്യമല ട്രക്കിംഗ് പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അഗസ്ത്യമലയൊക്കെ ഇരിക്കുന്ന ഇവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, ഒരു ടൈഗർ റിസർവ് ആണ്. അവിടേക്കാണ് നമ്മൾ ഇന്നൊരു ഡ്രൈവ് പോകുന്നത്. എന്തായിരിക്കും, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വെസ്റ്റേൺ ഗട്ട്സിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. തമിഴ്നാട്ടില് തിരുനെൽവേലിക്കടുത്ത് തരുവൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകളൊക്കെ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് സെന്റിന് വെറും 1.5 ലക്ഷം രൂപ. ഒരു സെന്റിന് 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഈ ഒരു കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ മുഴുവൻ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കാണ്. ഇവിടെ നിന്ന് കേരളത്തിലേക്ക് കേവലം 3 മണിക്കൂർ മാത്രം എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് എൻ്റെ അല്ല, വെറുതെ നല്ലൊരു പ്ലോട്ട് തിരിച്ചിട്ടൊരു സ്ഥലം കണ്ടപ്പോഴത്തേക്കിനും ജസ്റ്റ് ഞങ്ങൾ വണ്ടി ഓടിച്ചൊന്ന് കയറ്റിയതാണ്. നല്ല രസമല്ലേ? ഇവിടെ മൊത്തം തമിഴ്നാട് ബേസിക്കലി മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഇഷ്ടംപോലെ പ്ലോട്ടുകളുണ്ടാവും. ഇതുപോലെ ഈ പ്ലോട്ടുകളെല്ലാം എടുത്തിട്ട് ഇതേപോലെ റോഡൊക്കെ നടുക്കൂടെ പണിത് ഫുൾ തിരിച്ച് സെറ്റാക്കിയിടും. എന്നിട്ട് ഇവർ വെക്കും. ഭയങ്കര, അതായത് ലാൻഡ് മൊത്തത്തിൽ തമിഴ്നാട്ടിലല്ല, ശരിക്കും കേരളത്തിലും പല സ്ഥലത്തും പ്രാക്ടീസ് ചെയ്ത് വരുന്നൊരു മെത്തേഡാണ്. ഈ ലാൻഡ് മൊത്തത്തിൽ ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കും, എന്നിട്ട് ഇത് പ്ലോട്ടായിട്ട് മുറിച്ച് വലിയ പൈസയ്ക്ക് വിൽക്കും. റിയൽ എസ്റ്റേറ്റ് വമ്പൻ ലാഭമുള്ള ബിസിനസ്. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാവുന്ന ബിസിനസ്. കാശുണ്ടെങ്കിൽ കാശ് വരാവുന്ന ബിസിനസ് അല്ലേ? അടിപൊളിയല്ലേ? നമ്മളിപ്പം മഞ്ഞോല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. മാഞ്ഞോലയിലേക്ക് ഇവിടെ നിന്ന് വീണ്ടും 50 കിലോമീറ്റർ ഉണ്ട്. ആ ബസ് ഒരു ലാലേട്ട ഫാനാന്ന് തോന്നുന്നു അല്ലേ? ചരിഞ്ഞ പോകുന്നത്. എന്തോ അതിൻ്റെ ഷാസിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്, അതാണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. എന്താ അല്ലേ? തെങ്കാശിക്ക് പോകുന്ന വണ്ടിയാണ്, നാഗർകോവിൽ ടു തെങ്കാശി. പാപനാശം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ വഴിക്ക്. പാപനാശം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ദൂരെ മലകളൊക്കെ കണ്ടു തുടങ്ങി. ഇവിടെ ചെറിയ ചെറിയ ലേക്കുകളും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇനി അങ്ങോട്ട് എന്താ പരിപാടി? ആരാ അവിടെ കളിക്കുന്നേ? അയ്യോ എന്നെ അടിക്കില്ലേ, കണ്ടുപിടിച്ചു ഗൈസ്. റെയിൽവേ ട്രാക്ക് കണ്ടുപിടിച്ചു ഗൈസ്. അയ്യോ, ഇത് ഏത് റെയിൽവേ സ്റ്റേഷനാന്ന് അറിയത്തില്ലടാ മുത്തേ. ഇത് ഏത് റൂട്ടാടാ?
ചെങ്കോട്ട തിരുനെല്ലി. ആ ചെങ്കോട്ട. ഓക്കെ ശരി. അപ്പൊ നമ്മുടെ മറ്റേ കൊല്ലത്തുനിന്നുള്ള ട്രെയിനൊക്കെ അതൊക്കെ ഈ വഴിയാണോ പോകുന്നത്? പഴയ റോഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവര് പുതിയ റോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ റോഡിലെ ആ ഭംഗിയൊക്കെ മിസ്സായി. എന്തുവാണ് ഇത്? ഞങ്ങളങ്ങനെ ചെങ്കോട്ട റൂട്ടിൽ നിന്ന് തെങ്കാശി റൂട്ടിൽ നിന്ന് ഞങ്ങള് മഞ്ഞോലെ പോകാനായിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കിനും ഒരു റെയിൽവേ ക്രോസ് വന്നതുകൊണ്ട് ട്രെയിൻ പോകാനായിട്ട് അടച്ചു. ഇവിടെ 2 ട്രെയിൻ ഭ്രാന്തന്മാർക്ക് സന്തോഷമായി. ഏത് ട്രെയിനാ? നോക്കട്ടെ, അവനെ കൂടെ വിളിച്ചോട്ട് പോയി, എന്നിട്ട് അവനെ കാണിക്കും. സ്ഥലം ഏതാ? എനിക്കറിയത്തില്ല. മനസ്സിലാകുന്നില്ല. ഋഷി പോകുന്നില്ല ട്രെയിൻ കാണാൻ? മതിയാ? ഓഹോ, എവിടെ 1 മണിക്കൂറായല്ലോടെ ട്രെയിൻ വരുന്നില്ലല്ലോ. ട്രെയിൻ എവിടെ? ട്രെയിൻ എവിടെ? ഇതിലെ ആൾക്കാർ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഇവിടെയും ഫുള്ള് തിരക്കാണ്, മൊത്തം ആൾക്കാരായി. മൊത്തം കരിഞ്ഞ മണമാണല്ലോ ട്രെയിനിന്. തിരുനെൽവേലി ചെങ്കോട്ട. ഓ ട്രെയിൻ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു അത്. കല്ലടൈക്കുറിച്ചി സ്ഥലത്ത് നിന്ന് ആ ട്രെയിൻ കൊണ്ട് നിർത്തിയിട്ട് ഷടീന്നും പറഞ്ഞുകൊണ്ട് എടുത്തോണ്ട് പോയി. പെട്ടെന്ന് പോയി. നമ്മൾ വിചാരിക്കുന്നതിലും വേഗതയിൽ ട്രെയിൻ ഭയങ്കര സ്പീഡ് പിക്കപ്പ് ചെയ്ത് പോയി. ഞങ്ങള് ഡീസൽ എഞ്ചിൻ ആയിരിക്കും എന്നാ വിചാരിച്ചു, പക്ഷെ ഡീസൽ അല്ല, ഇലക്ട്രിക് ആയിരുന്നു. ഡീസൽ ഉണ്ടോ ഈ റൂട്ടില്? ഡീസലുണ്ട്, ചില സമയത്ത് കിട്ടാറുണ്ട്. ഇവിടുത്തെ ഈ ഗ്രാമങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. നമ്മൾ ആക്ച്വലി ഇനിയിപ്പം നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഒരു ടൈഗർ റിസർവ് ഒക്കെ ഉള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറേ സമയം നമുക്ക് ഈ ഒരു ഗ്രാമ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും ഇവിടെ പോലീസിന്റെ എന്തോ ഒരു ബറ്റാലിയൻ, അവരുടെ എന്തോ സംഭവങ്ങളൊക്കെ, ഇവരുടെ ക്വാർട്ടേഴ്സും പരിപാടികളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് നമ്മുടെ റിസോർട്ട് പോലീസൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ തമിഴ്നാട് പോലീസിന്റെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇനിയിപ്പം മഞ്ഞോല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ മറ്റൊക്കെ ആയിരിക്കും. എനിക്ക് ഡ്രോണും കാര്യങ്ങളൊന്നും ഇനി പറത്താൻ പറ്റില്ല. എന്താ എഴുതിയേക്കുന്നത്? വെൽക്കം ടു അതിന് താഴെ എന്തോ സാധനം ഉണ്ട്. അവിടെ ടൈഗർ റിസർവ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ? നോക്കിയേ, കണ്ടോ ഋഷി? കണ്ടോ? ടൈഗർ റിസർവ്, അംബാസമുദ്രം റേഞ്ച്, കലക്കാട്, മുണ്ടത്തുറൈ. ടൈഗറിനെ കണ്ടോ ഋഷി? കണ്ടോ? ഇവിടെ ടൈഗർ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം ടൈഗറിനെ കാണുമോന്നേ. ഓ അടിപൊളി. ആ ഫോറസ്റ്റില് കുറെ ഇവിടുത്തെ ഓഫീസേഴ്സിന്റെ ഒക്കെ ക്വാർട്ടേഴ്സ് കണ്ടോ? അടിപൊളിയെ. ഇതിനകത്തൊരു ചെറിയൊരു പള്ളിയുണ്ട്. കുറെ പള്ളികളും ക്ഷേത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. തമിഴ് വാഴുക. ഇതെന്താ സ്കൂളാണോ? കണ്ടിട്ട് എനിക്ക് സ്കൂളാണെന്ന് തോന്നുന്നു. സ്കൂളാണോ സാർ? ഇത് അരസ് ഉയര് സംഭവം ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഈ ഒരു ഗ്രാമത്തിലെ സ്കൂളാണ് കാണുന്നത്. പിന്നെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ ക്വാർട്ടേഴ്സുകൾ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. പഴയ ക്വാർട്ടേഴ്സുകളാണ് കാണുന്നത്, കണ്ടില്ലേ? അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കണ്ടോ? ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ്, പിന്നെ റോഡിലൂടെ നടുവിലൂടെ പോകുന്ന പശുക്കൾ. ഇനിയിപ്പോ ശരിക്കും നമുക്ക് തമിഴ്നാടിന്റെ റിയൽ ഗ്രാമ കാഴ്ചകൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. പശു, എരുമയുണ്ട്. എരുമ. ഹായ് എരുമ. ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്ന ആളൊരു പ്രത്യേക വൈബാ അല്ലേ? തൂങ്ങി കിടക്കുന്ന ആളെ ഭയങ്കര രസമാണ്. ഈ മരത്തെ ഇങ്ങനെ മുറിച്ചു കളയും ആൾക്കാരിത്. ഇവിടുത്തെ പോലീസിന്റെ ഒരു പരേഡ് ഗ്രൗണ്ട് ആണ്. ഇതിനപ്പുറത്ത് മങ്കി ഉണ്ടോ അവിടെ? ആഹാ, എന്തോ ഒരു അമ്പലങ്ങളാ അല്ലേ? കുട്ടി കുട്ടി കാവുകളും അമ്പലങ്ങളും. ഏതെങ്കിലും ഒരു വലിയ മരം ഉണ്ടെങ്കിൽ അതിന്റെ താഴെ ഒരു അമ്പലം ഉണ്ടാവും. ആ മരം കണ്ടോടാ, എന്തല്ലേ? കൊന്നപ്പൂ അല്ലേ ഇത്? കൊന്നപ്പൂ ഉണ്ട്, പക്ഷെ ഇത് ആ പൂവുണ്ടായി നിൽക്കുന്നത് കണ്ടില്ല? എന്ത് ഭംഗിയല്ലേ കാണാൻ? ആ കാണുന്ന മലയൊക്കെ നോക്കിയാൽ ശരിക്കും കാട്ടിലൊക്കെ വന്ന് ഡ്രോൺ പറത്താൻ നമുക്ക് അനുമതി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ വിഷ്വൽസ് കിട്ടിയാനെ. പക്ഷെ കാട്ടിൽ ഡ്രോൺ പറത്താൻ പറ്റില്ല ഗൈസ്. എന്തൊക്കെയോ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടില്ലേ, അത് നമ്മുടെ അശോക സ്തംഭം ഒക്കെ ഉണ്ടല്ലോ അതില്. ഡേഞ്ചറസ് കർവ് അഹെഡ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ മിക്കവാറും ഘാട്ട് കയറുമായിരിക്കും, അതായത് മല കയറുമായിരിക്കും. നമ്മളിപ്പോ ഏതോ ഒരു ഡാമിന്റെ മുകളിലേക്കാണ് കയറി പോകുന്നത്. മോനെ കിട്ടില്ലൻ സംഭവം, അടിപൊളി പൊളി കേട്ടോ. ഇത് കിട്ടില്ലൻ റിസർവോയർ. എന്റെ ദൈവമേ, അത് പൊളിച്ച്. അത് എനിക്കൊന്ന് ഈ ഡാമിന്റെ പൊക്കുന്ന ഗേറ്റ് ആണെന്ന് തോന്നി കാണുന്നത്. അടിപൊളി. അപ്പൊ ഈ കാണുന്നതാണ് മണിമുത്താരു ഡാം എന്ന് പറയുന്ന ആ ഡാമാണ് ഈ കാണുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ നിർത്തി നമ്മുടെ പേരും അഡ്രസ്സ് എഴുതി കൊടുക്കണം. പേരും വണ്ടി നമ്പരും. പിന്നെ ആളൊന്നിന് 30 രൂപ വെച്ചും വണ്ടിക്ക് എത്രയാണ്? വണ്ടിക്ക് 50 രൂപയും കൊടുക്കണം. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറും. നമുക്ക് ആകെ 5 കിലോമീറ്റർ പോകാൻ പറ്റുള്ളൂ. മഞ്ഞോലൊന്നും പോകാൻ പറ്റൂല എന്നാണ് അവർ പറഞ്ഞത്. അത് ചിലപ്പോൾ ലോക്കൽസിന് വേണ്ടി മാത്രമായിരിക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഏതൊരു ഫോൾസ് ഉണ്ട്, അവിടെ പോയി കുളിച്ചിട്ട് വരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ക വനം, ടൈഗർ റിസർവ് അല്ലേ. ഇതിനകത്ത് കുറെ ഗ്രാമങ്ങളുണ്ട്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് കയറുമ്പോൾ തന്നെ റേഞ്ച് ഒക്കെ പോകും. പിന്നെ നമ്മൾ ഘോര വനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഘോര വനത്തിലൂടെ ഇങ്ങനെ വനം എങ്ങനെ റോഡിലൂടെ കണ്ട് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും. കടുവ പൂണ്ടി വന്നാലേ നീ എന്ത് ചെയ്യും? ആണോ? അതിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്ന എന്ത് ചെയ്യും? അത് വന്നിട്ട് ഒരു അടി അടിച്ചതിന്റെ ചില്ല് പൊട്ടി പോകുന്നു. അന്നേരം എന്ത് ചെയ്യും? കടുവ എല്ലാം ചെയ്തോളൂ, നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. എന്റെ പൊന്നൊരു രക്ഷയില് നോക്കിയേ. അകത്തേക്ക് കയറി വന്നപ്പോ ആ ഒരു ഭാഗം കണ്ടോ, അങ്ങ് ദൂരെ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ആ കാണുന്ന ചെറിയൊരു സ്ഥലം കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഡാമിന്റെ ആ ഒരു ഭാഗങ്ങളും കാച്ച്മെന്റ് ഏരിയയും ബാക്കി ആ ഒരു റിസർവയറിന്റെ കംപ്ലീറ്റ് ഒരു കിടുക്കാച്ചി വ്യൂ ഇവിടെ കിട്ടും. പൊളിച്ച്. കടുവ, ദിസ് ഈസ് മൈ ഹോം, പ്ലീസ് ഡോണ്ട് സ്പോയിൽ, യൂസ് ഡസ്റ്റ്ബിൻ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അമ്പലം ഉണ്ടല്ലേ, അവിടെ ഒരു അമ്പലമുണ്ട് കാട്ടിനുള്ളിൽ, അവിടെ വരെ പോകാൻ തോന്നുന്നു. ഇവിടെ നമുക്ക് ഒരു അരുവിയുണ്ട്. ആ ഇത് പൊളിച്ചിട്ടാ, ഷേ അടിപൊളി. ശ്വേതാ, ഋഷ, കുളിക്കാം. അവിടെ താഴെ അവിടെ വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോളിൽ വന്ന് നമുക്ക് കുളിക്കാം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ടൈഗർ ഇവിടെ വരത്തില്ല, ടൈഗറിനില്ല. അവിടെ വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോളിൽ പോയി നമുക്ക് കുളിക്കാം. ഈ വെള്ളമൊക്കെ നമ്മളിങ്ങനെ ഈ കാച്ച്മെന്റ് ഏരിയയിലേക്ക് പോകുന്ന വെള്ളമാണ്. അടിപൊളി മോനെ, ഇത് പൊളിച്ച്. അവിടെ മുമ്പിൽ വീണ്ടും ചെക്ക് പോസ്റ്റ് ഉണ്ട്. മിക്കവാറും ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഇവിടെ കാട്ടില് നല്ല ടോയ്ലറ്റ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര്. അപ്പൊ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ, അതാണ് സംഭവം. ഓക്കെ, എന്തോ അപ്പനും മോനും കുളിക്കാൻ പോവാ. നിങ്ങൾ കുളിക്കാൻ പോവാ അല്ലടാ? നമ്മള് വെള്ളച്ചാട്ടത്തിൽ കുളിക്കണ്ടേ? ഋഷി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? കുളിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. ഓ അടിപൊളി. ഉണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവന് വീഡിയോ ഏതെങ്കിലും കണ്ട ഓർമ്മയുണ്ടാവും. എനിക്ക് നീ ഓർമ്മയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നീ കാണണ്ട. അവൻ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഏതെങ്കിലും ഒക്കെ. എന്നിട്ട് ഇത് തോളത്തിട്ടോ കേട്ടോ. ഇതെന്തിനാ? വെള്ളം കഴിഞ്ഞ് തുടയ്ക്കാനേ. ഓക്കെ, കമാൻ, ലെറ്റ്സ് ഗോ. നീ ഇറങ്ങുന്നുണ്ടോ? ആന്നേ ഇറങ്ങ, ഒരു രക്ഷല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തുണി മാറാൻ അവിടെ ബാത്റൂം ഉണ്ട്. വരുന്നോ? ആലോചിക്കാം. കുറെ നാളായി വെള്ളത്തിൽ കുളിച്ചിട്ട്. ശരി, നീ കുറെ നാളായി കുളിച്ചിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നീ കുളിച്ചിട്ട് തന്നെ കുറെ നാളായിരുന്നു. ഡെയിലി കുളിക്കാറില്ലേ നീ? ഇല്ലേ? അയ്യേ ചളി. അപ്പൊ എന്തായാലും നമ്മള് ഈ പാലത്തിൽ കൂടെ നമ്മൾ നേരത്തെ വണ്ടി ഓടിച്ച് അപ്പുറത്ത് പോയത്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. പുള്ളി നമ്മളെ അങ്ങോട്ടേക്ക് ഫർദർ കടത്തി വിടില്ല ഗൈസ്. ടൈഗറിന്റെ ഫോട്ടോ ഉണ്ടോ? ആണോ? അപ്പോവാമേ. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അതെ, അവിടെ നിന്നിട്ട് കുളിക്കാം. ആ കാണുന്ന ആ ഒരു വെള്ളം ചാടി വരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് കുളിക്കാം. വളരെ സേഫാണ്. പിന്നെ തുണി മാറാൻ അവിടെ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മലയുടെ മേളിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം ഒഴുകി വരുന്ന കാണാൻ സാധിക്കുന്നതാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഇതൊക്കെ നല്ല ആഴം ഉണ്ടാവും ഇവിടെയൊക്കെ, കണ്ടല്ലേ? ആ വെള്ളം എല്ലാം ഒഴുകി വന്ന് ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇപ്പുറത്ത് കൂടി ഇവിടെ ഒരു ചെക്ക് ഡാം പോലെയാണ് കണ്ടോ. ഈ ചെക്ക് ഡാം ഒന്നും ഇല്ല, നാച്ചുറൽ ചെക്ക് ഡാം ആണ്, കണ്ടില്ലേ? ഇതൊക്കെ പണ്ടെപ്പോഴെങ്കിലും ഉരുള് പൊട്ടി വന്ന കഷ്ണങ്ങളും പാറകളും ഒക്കെ ആയിരിക്കും. എന്നിട്ട് അതിങ്ങനെ ആ ഒരു ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലേക്ക് പോകും. അവിടെ പാറപ്പുറത്തൊരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പതുക്കെ പോണേ, ടൈഗർ ഉണ്ടോന്ന് നോക്കി പോണം കേട്ടോ. ഈ പാറ കഷ്ണത്തേല് ഒരു മരം പിടിച്ചു നിൽക്കുന്നുണ്ടോ നോക്കി? അടിപൊളി. ടൈഗർ ഇല്ലേ? വേണോ? ടൈഗർ വേണോ? നല്ല വൃത്തിയുണ്ടോ കേട്ടോ സത്യം പറഞ്ഞാല്. നമ്മള് ഈ തെങ്കാശി എന്നൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറ്റാലമാണ് നമുക്ക് ആദ്യം വരുന്ന വാട്ടർഫോൾ. സത്യം പറഞ്ഞാൽ കുറ്റാലത്ത് ഞാൻ ആകെ 2 തവണ പോയിട്ടുണ്ട്. 2 തവണ പോയപ്പോഴും നല്ല കച്ചറ വൃത്തിയോടായിരുന്നു. ഇത് നല്ല വൃത്തിയുള്ള ഒരു വാട്ടർഫോൾ. തെങ്കാശിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വരേണ്ടി വരും. പക്ഷെ സംഭവം പൊളിയാണ് കണ്ടോ. തണുത്ത വെള്ളമല്ലേ? തണുത്ത വെള്ളമല്ലേ?
നാച്ചുറൽ ജക്കൂസി. എവിടാ പോകുന്നേ? എവിടാ പോകുന്നേ? കുളിക്കണമെന്ന് പറഞ്ഞേ ഇപ്പൊ കുളിക്കണ്ടേ? ഋഷി അവിടെ ഇരുന്ന് കളിച്ചോ കേട്ടോ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ, ഇവിടെ ഇരുന്ന് കളിക്കണം, ഇവിടെ വെള്ളത്തിൽ ഇരുന്ന് കളിച്ചോ. ഇവിടെ ഒരു സൈഡ് ആൺകൾ ഒരു സൈഡ് പെൺകൾ, അങ്ങനെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേര് ആണും പെണ്ണും വെച്ച് തരം തിരിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. എടാ ഇത് നാച്ചുറൽ ജക്കൂസിയാ, നമ്മൾ ഹൗസ് ബോട്ടിൽ പോയപ്പോ പോയില്ല ജക്കൂസി, അതേപോലെ ഇത് നാച്ചുറൽ ജക്കൂസി. വരുന്നോ? കുറച്ച് സോപ്പൊക്കെ ഇട്ട് തരാം, വരുന്നോ? വേണ്ട. ഇവിടെ വേറെ ആരുമില്ല കഴിച്ചു, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ. അത് ഭയങ്കര ലോട്ടറി ആയി. ഇത് കണ്ടില്ലേ, ആൺകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നില്ലേ. ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം, വേറെ ആരുമില്ല. ഭയങ്കര പ്രൈവസിയോട് കൂടി ഒരു കാട്ടിൽ വന്ന ഒരു വെള്ളച്ചാട്ടം മുഴുവൻ ഞങ്ങള് വിലക്കെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല ശക്തിയില്ലേ? എടി നീ കുളിക്കും, ഇവിടെ ആരും ഇല്ലല്ലോ. ഒരു രസമല്ലേ? മുക്കട്ടെ നിന്നെ ഞാൻ കൊണ്ടുപോയി മുക്കട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടമോ? മറ്റേ ഞങ്ങൾ എന്നാലും പേടി തുറന്നിട്ട് അവിടെ പോയി നിന്നാണ്ടല്ലോ ശ്വേത. നാച്ചുറൽ മസാജ് കിട്ടും, വാട്ടർ മസാജ്, അതാണ് സംഭവം. അതാണ് സംഭവം. ഇവിടെ ഒരാള് പേടിച്ചിട്ട് ഇവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുക. കല്ല് പറക്കുവാണോ നീ? ആ ഒരു വെള്ളച്ചാട്ടം അടിപൊളിയായിട്ട് ആളുകൾക്ക് സേഫ് ആയിട്ട് കുളിക്കാൻ വേണ്ടി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ. അതെന്തായാലും ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ആ ഒരു കാര്യം. ഇവിടെ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് തന്നെ ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പൂമ്പാറ്റ കണ്ടോ? പൂമ്പാറ്റ അതിനെ പേടിയാണോ? അതിനെ പേടിയാണോ തോന്നുന്നു. എന്റെ അമ്മോ, ഇതിനകത്ത് ഫിഷ് ഇഷ്ടം പോലെ. ഇത് ഋഷിയാണ് കണ്ടുപിടിച്ചത്. ഫീഡ് ചെയ്യാനായിട്ടൊന്നും ഇല്ലടാ മുത്തേ, അത് ഇതല്ല, ഇത് കാടാ, ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, അതൊക്കെ കിഡിലും ഫിഷടാ. അബിയേ നോക്കടാ, അനങ്ങാതെ ഇങ്ങനെ കിടക്കാണ്ടല്ലേ, ചത്തു കിടക്കുന്നില്ല. പക്ഷെ ചത്തു കിടക്കല്ല, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുമോ എന്ന് കരുതി നോക്കി നിൽക്കുക അവിടെ. കണ്ടോ, മണിമുത്താരു വാട്ടർഫോൾസ്, അടിപൊളി വാട്ടർഫോൾ ആണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ച് ഈ വെയിലത്ത് ഈ പാലത്തേക്കൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്കിനും ഫുൾ ഉണങ്ങിക്കോളും, അതൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് നൈസ്, നല്ലൊരു സ്ഥലം. സോ യു ക്യാൻ കം ഹിയർ, വെരി സേഫ്, എസ്പെഷ്യലി ഫോർ ഫാമിലീസ് ആൻഡ് കിഡ്സ്. അടിപൊളി സ്ഥലം. വണ്ടിക്ക് തയ കെട്ടേണ്ടി വരുമല്ലോ ശ്വേത ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അതെല്ലാം കൂടെ എവിടെ ഇടും ഇനി ഉണക്കാനായിട്ട്? എന്തിനാണോ സംഭവിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാ എല്ലാം പരിപാടി കഴിഞ്ഞാ? എല്ലാം റെഡി ആയില്ലേ? റെഡിയായോ? എന്നാ കേറി എനിക്ക്. ഇഷ്ടപ്പെട്ടോ വെള്ളച്ചാട്ടം? ഓക്കെ, ഇനി എവിടെ പോണ്ടേ? ഞാൻ വിളിച്ചു നോക്കാം ടൈഗർ ഉണ്ടോന്നേ, വരാൻ പറയാമേ. കേറി ഇരുന്നോ, ടൈഗറിനെ കാണിക്കണം കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, നല്ല കിടില സ്ഥലമായിരുന്നു. ഇവിടെ ലെഫ്റ്റില് ഗവൺമെന്റിന്റെ ഫിഷറീസ് ഉണ്ട്, ഫിഷ് സീഡ് ഫാം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കണ്ട്. ഇപ്പൊ നമ്മൾ വേറെ ഏതോ ഒരു കാടിന്റെ സൈഡിൽ കൂടെ തന്നെ, കാട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കാടിന്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ഒരു വഴിയിലൂടെ നമ്മൾ വേറെ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ ഡാമിന്റെ മേളിൽ പോയി കാണാം, ആ വലിയ മലയൊക്കെ വെട്ടിയിട്ട് അതിനിടയിലൂടെ ഒക്കെ വഴി കണ്ടു. ഭയങ്കര സംഭവം കേട്ടോ. ഇവിടെ നമുക്ക് മുമ്പിൽ തിരുവള്ളുവറിന്റെ ഒരു സ്റ്റാച്ചു കാണാൻ സാധിക്കും. ആർക്കൊക്കെ വേണം കുക്കുംബറ? എനിക്ക് വേണം. അണതാണ്. എത്ര എവ്വളോ? KG എല്ലാം വേണം. ഒരു ഇവിടെ മറ്റേ കുക്കുംബർ കിട്ടും, മറ്റേ അത് ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു ടൈപ്പ് കുക്കുംബറാ, എലുമ്പൻ കുക്കുംബർ. നല്ല ടേസ്റ്റ് അത് വെറുതെ കഴിക്കാനായിട്ട്. എന്താ ഋഷാ? കുക്കുംബർ വേണോ? കുക്കുംബർ കുക്കുംബർ കട്ട് പണ്ണുക. പുള്ളി നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ തേച്ച് തരും. അടിപൊളിയാ. ഋഷി കഴിക്കുമോ ഇത് കുക്കുംബർ? വേണോ ഋഷിക്ക് കുക്കുംബർ? വേണ്ട സാധനം. ഈ കുക്കുംബർ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇതിവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണേ. ഭയങ്കര ടേസ്റ്റാ. നമ്മൾ ഈ മാങ്ങയൊക്കെ മുറിച്ച് ഉപ്പിലിട്ട് കഴിക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെ ഇത് കഴിക്കാൻ പറ്റും. ഭയങ്കര തിന്നാണ്. എന്താണിത് നമ്മുടെ നാട്ടിലധികം കാണാത്തതെന്ന് എനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ നേരത്തെ കണ്ട
ആ ഒരു ഡാമിന്റെ സൈഡിലൂടെയുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഡാമിന്റെ മുകളിൽ കയറി പോയി കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വരാമെന്നൊക്കെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഋഷി ഡാം കണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ ആ മരുമത്താരു ഡാമിന്റെ ഷട്ടർ ഓർക്കുന്ന സ്ഥലം. ഇത് ഭയങ്കര വലുതാണ് അബി. ഇത് ഭയങ്കര വലുതാ. ഇത് നമ്മൾ ഇതിന്റെ അങ്ങേയറ്റം, നേരെ ഓപ്പോസിറ്റ് അങ്ങേയറ്റം നിന്ന് നമ്മളിത് കണ്ടായിരുന്നു. വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഷട്ടറുകൾ തുറന്നു കൊടുക്കുന്ന ആ ഒരു സ്ഥലമാണിത് കാണും. പിന്നെ എനിക്കിവിടെ വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടോയെന്നും എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് ചിലപ്പോൾ മിക്കവാറും ഈ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായിട്ട് നിർമ്മിച്ച ഒരു ഡാം ആയിരിക്കാനാണ് സാധ്യത. മെയിൻ്റനൻസോ? നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? ട്രെയിൻ അല്ലല്ലോ ഇത്, ഡാം അല്ലേ? ശരിക്കും ഇവിടെ വെള്ളം തുറന്നു വിട്ടിട്ട് കുറെ നാളായി തോന്നുന്നു. കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന കണ്ടോ? ഈ സാധനങ്ങളൊക്കെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഇത്ര വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് കൃഷി ചെയ്യുന്ന ഇവരെ സമ്മതിക്കുന്നത് അത് പ്രോപ്പറാണ്. ഇവരുടെ ജലസേചനം ഉള്ള വെള്ളം ജലസേചനം അവര് പ്രോപ്പറായിട്ട് ചെയ്ത് എല്ലാരും കൃഷി ചെയ്യും. എന്തൊക്കെയോ ഇവിടെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പൊ അനാഥ പ്രേതം പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ പാർക്ക് പോലെയൊക്കെ പണിത് കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൊത്തം കാട് പിടിച്ച് ആരും വരാതെ കിടക്കുന്ന സ്ഥലമായി. റോഡിൽ എന്തോ ഒരു സാധനം കിടപ്പുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓന്താണോ ഉടുമ്പാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ ഗൈസ്, അത് ഉടുമ്പാണ് ഗൈസ്. നോക്കൂ, ഒരു ഓണടിച്ച് അത് പോട്ടെ. പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതേതെ അനങ്ങി പോട്ടെ പോയി. നാട്ടിലാണേ ഉടുമ്പിന്റെ കുഞ്ഞാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മറ്റേ കൃഷി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളമാണ്. ഇങ്ങനെയുള്ള പല ചെറുതും വലുതുമായിട്ടുള്ള പല ലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, കുളങ്ങൾ നമുക്കിവിടെ പല സ്ഥലത്തും തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഫുൾ മട്ടൺ ആണല്ലോ. എവിടെ നോക്കിയാലും മട്ടണോടെ മട്ടൺ. ഏതോ വീട്ടിലോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. ഋഷി ഇവിടെ മട്ടൺ കണ്ടില്ല, മട്ടണല്ല ആടിനെ കണ്ടിട്ട് തൊടാൻ പറ്റത്തില്ല. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ഏതോ വഴിയിലൂടെ ഞങ്ങൾ പോവുകയാണ്. പോട്ടെ പൊക്കോളും, നീ വിട്ടോ, ധൈര്യമായിട്ട് വിട്ടോ, അതൊക്കെ പോകും. ഏത് ലെഫ്റ്റ്? ഈ ലെഫ്റ്റോ? ദൈവമേ, ആ ലെഫ്റ്റ് എടുക്കാൻ പറ്റൂല, നേരെ പോട്ടെ. എന്റെ അമ്മയാടാ ഗൂഗിൾ മാപ്പേ, എന്നെ വിശ്വസിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ എടാ ഈ വഴിയോ? ഈ വഴി പോവോ? പോയി നോക്കാം, വാ എടുത്തു നോക്കാം. ഇത് എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഈ ഗ്രാമത്തിലെ അമ്പലമാണ് ഈ കാണുന്നത്. ചെറിയ കുറച്ച് വീടുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പോവല്ലേ? ഇത് കണ്ടോ അനൗൺസ്മെന്റ്. ഗ്രാമത്തിൽ 2 തെണ്ടുകൾ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്, എല്ലാരും ശ്രദ്ധിക്കുക, വിട്ടോ, അതായിരിക്കും. അത് കണ്ടോ ഋഷി, കണ്ടോ മുമ്പിൽ ആട് വരുന്ന കണ്ടോ? വാവ്, ബെൽറ്റ് ആട് വരുന്നുണ്ട്. ആട് ബാ, ആടിനെ തൊട്ടിട്ട് പോയാൽ നീ. ആടെന്നും പറഞ്ഞോണ്ട് വരുന്നുണ്ട് ആളെ നോക്കി. ആടെന്നും പറഞ്ഞോണ്ട് പോകുന്നുണ്ട്, ഒന്നും ചെയ്യില്ലാന്ന് പറഞ്ഞോട്ടെ. ആ ഒരു ചേട്ടനാണ് ആ ആടിനെ കൊണ്ടിരുന്നത്. പുള്ളി ബൈക്കിലാണ് വരുന്നത്. ആടെല്ലാം കൂടെ സൈഡ് ചേർത്ത് കൊണ്ടിരുന്ന കണ്ടോ? നോക്കി, തൊടാൻ പറ്റത്തില്ല തൊട് ബാ. ബാബാ, അത് ഓടി തൊടാൻ പറ്റൂല. അത് പേടി, നിന്നെ കണ്ട് പേടിച്ച് നിൽക്കുക. അത് കണ്ടോ, അത് തൊടാൻ പറ്റൂല, അത് ഓടി ഇതാണ്ടോ, എല്ലാം കൂടെ ഓടിയോ കണ്ടോ ഋഷി? നോക്കിക്കേ, കണ്ടോ, തൊടാൻ പറ്റില്ല, അത് പോയി നിന്നെ കണ്ട് പേടിച്ച്. അടാ അത് പോയടാ, ഞാൻ എന്നാ ചെയ്യാനാണ്? അത് പോയി, തൊടാൻ പറ്റിയില്ല. സാരമില്ല, പോട്ടെ, സാരമില്ല, വാ വേറെ. അത് പോയി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് ആടിനെ കാണുമ്പോൾ നിർത്താം, ബാ, വേറെ സ്ഥലത്ത് കാണുമ്പോൾ നിർത്താം, ബാ. ആ കാണുന്ന മലയൊക്കെ കണ്ടില്ലേ? ആ മലയൊക്കെ ശരിക്കും ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിന്റെ സമീപത്തുള്ള കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ. ഇവിടെയുള്ള ഈ ഗ്രാമീണരുടെ ആയിരിക്കും ഈ കാണുന്ന കൃഷി സ്ഥലങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ കന്നുകാലികളും അതേപോലെ തന്നെ ആടും മാടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാവരും വളർത്തുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ആടിനെയൊക്കെ കൊണ്ടുപോകുന്നത് കാണാം. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ആൾക്കാര് ചിക്കനെക്കാട്ടി കൂടുതൽ കഴിക്കുന്നത് മട്ടൺ ആണെന്ന് തോന്നുന്നു. കാരണം ഇവർ അതുപോലെ മട്ടൺ, നമ്മുടെ ആൾക്കാർ ബീഫ് കഴിക്കുന്ന പോലെയാണ് ഇവിടുത്തെ ആൾക്കാർ മട്ടൺ കഴിക്കുന്നത്. ഇവർ മട്ടൺ അത്ര പോപ്പുലറാണ് ഇവിടെ. ലിറ്ററലി നമ്മള് ഫോറസ്റ്റിന്റെ സൈഡ്, ശരിക്കും പക്ക ഒരു റൂറൽ ഏരിയ അതിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റിന്റെ സൈഡിലൂടെ, ഫോറസ്റ്റ് ബോർഡറിലുള്ള ഒരു ഗ്രാമങ്ങൾ. അവിടെ എന്തുവാ?
ആരെങ്കിലും കല്യാണം ആയിരിക്കും. ഇവിടെ ലെഫ്റ്റിൽ എന്തോ വലിയ കുറെ ബംഗ്ലാവുകളുള്ള ഒരു ഏരിയ കണ്ടായിരുന്നു. എന്താന്ന് മനസ്സിലാവുന്നില്ല. വലിയ കുറെ ബംഗ്ലാവുകൾ എല്ലാം മറ്റേ അല്ല ഫെൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വല്ല ഫാക്ടറി ആണോ ഇനി? ഇതൊന്നും സംഭവം അറിയാവോ? മധുര കോട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിരുന്നു ഇത്. ഇപ്പോഴത്തെ വർക്കിംഗ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ആയിരിക്കും. ഈ ത്രെഡില്ലേ, ത്രെഡ്സ് മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന, ഗാർമെന്റ് മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന അവരുടെ നൂലൊക്കെ, അതായത് മധുര ഗാർമെന്റ്സ് ഇല്ലേ, അവരുടെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു സ്ഥലം, വലിയ ഏരിയ. എടാ ഇത് നോക്കടാ, അടിപൊളി സ്ഥലം. അയ്യോ കുളിച്ചും പിടിച്ചെന്ന് പറയാം. അവിടെ പെണ്ണുങ്ങളൊക്കെ കുളിക്കുന്നുണ്ട്, പക്ഷെ കുട്ടികളുണ്ട്, വേണ്ട. പക്ഷെ എന്നാലും അടിപൊളി ഒരു സ്ഥലം അല്ലേ. പോട്ടെ പോട്ടെ പോട്ടെ. കിടിലനൊരു തോട്, അതിന്റെ മുമ്പിൽ തന്നെ കിടിലനൊരു തോട്, പഴയ കുറെ വീടുകള്, ഒളിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെയാണ്. നോക്കി ഇവിടെ മധുര കോട്ട്സിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു പഴയ ഒരു പാലം അവിടെ നിൽപ്പുണ്ട്. അതിപ്പോ യൂസ് അല്ല. അതിന് സമീപമായിട്ട് പുതിയ പാലമുണ്ട്. പഴയ പാലത്തിന്റെ അതേ രീതിയിലാണ് അമ്മമാര് പുതിയ പാലം പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. മിടുക്കന്മാരാ. നമ്മളിനി പോകുന്നത് വെൽക്കം ടു കളക്കാട് മുണ്ടതുരൈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ ഇത്ര നാള് നമ്മൾ വേറൊരു സ്ഥലം, ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗത്തായിരുന്നു. നമ്മളിനി വേറൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. അരുളിമിഗു ടെമ്പിൾ, അയ്യനാർ ടെമ്പിൾ, അഗസ്ത്യാർ ഫോൾസ്, അവിടെയൊക്കെ പോകാൻ പറ്റുള്ളൂ തോന്നുന്നു. ഇത് ഏതോ ഒരു അമ്പലം, ഏതമ്പലം എന്ന് അറിയത്തില്ല. ഭയങ്കര തിരക്കുണ്ട് അമ്പലത്തില് ഗോപുരത്തില് പെയിന്റ് ഒക്കെ അടിച്ച് പണിയൊക്കെ നടക്കുന്നു. അന്നദാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാട്ടിൽ ഒത്തിരി അമ്പലങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം ചെറുതും വലുതുമായിട്ടുള്ള എത്ര അമ്പലങ്ങളാണെന്നറിയാമോ? ഇവിടത്തെ പാർക്കിംഗ് ഗ്രൗണ്ട് നോക്കി. ഇത് ഏതോ വലിയ ഫേമസ് അമ്പലമാണേ. ഞങ്ങളിവിടെ ഒരു ചിപ്പ് ഷോപ്പ് കണ്ടപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് മറ്റേ കപ്പ വറുത്തത് കഴിക്കണമെന്ന് തോന്നി. അപ്പൊ ഞങ്ങൾ കുറച്ച് കപ്പ വറുത്തത് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാം. ഇവിടെ ഈ കാണുന്ന ഇതിനകത്ത് അവര് വറക്കുന്ന വേണ്ട. എന്തുവാ? ഇല്ല, ഐസ്ക്രീം കഴിക്കണ്ട. ഉപ്പേരി വറക്കുന്നുണ്ടോ? ഉപ്പേരി വിറക് വെച്ചുള്ള അടുപ്പാണേ. വിറക് വെച്ചുള്ള അടുപ്പ്, ഉപ്പേരി, മേളിൽ എക്സോസ്റ്റ് ഫാന് എല്ലാം ഉണ്ട്. അവൻ ഐസ്ക്രീം വാങ്ങിച്ചതിന്റെ സന്തോഷം ദഹിക്കരച്ചയ്ക്ക്. നമ്മളിപ്പോ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് പാപനാശം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ പാപനാശം ശിവക്ഷേത്രം ഭയങ്കര ഫേമസ് ആണ്. അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. ഇത് ശരിക്കും ഒരു കാനന ക്ഷേത്രമായിരുന്നു പണ്ട്. ഇപ്പൊ കാനനൊക്കെ വെട്ടിത്തെളിച്ച് നാടായിരുന്നേ ഉള്ളൂ. സന്തോഷം നോക്കിക്ക്. പാപനാശം അമ്പലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോ വീണ്ടും നമുക്ക് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അബി പോയിട്ടോളാ. ഇവിടെ വീണ്ടും ഒരു ഫോറസ്റ്റിലേക്കുള്ള ഒരു എൻട്രി ഫീ ഉണ്ട്. വാഹനത്തിനും നമ്മൾ ആൾക്കാർക്കും 110 രൂപയാണ് ഇവിടെ കൊടുത്തത്. 110 രൂപ. എന്താ മറ്റേ ആ വീടുണ്ട്. 110 രൂപ കൊടുത്ത് നമ്മൾ വീണ്ടും കേറി. എന്താ മറ്റേ ഇവിടെ അറിയത്തില്ല മറ്റേ, നോക്കിയിട്ട് വരാമേ. അങ്ങനെ നമ്മൾ ആ പാപനാശം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്, വീണ്ടും വനത്തിനുള്ളിലേക്ക്. എന്തായാലും സംഭവം ഈ ഭാഗമൊക്കെ അടിപൊളിയാണ്. ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ ഒന്നുകൂടെ പൊളിയായിരിക്കും. ആ പാപനാശം അമ്പലത്തിന്റെ സമീപത്തായിട്ട് അതിനൊഴുകുന്ന താമരഭരണി എന്ന് പറഞ്ഞ നദിയിൽ ഇതുപോലെയുള്ള കുറെ കുളിസ്ഥലങ്ങളുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള നല്ല അടിപൊളി ബാത്തിങ് സ്പോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപാദനം ഉണ്ട്. അവിടെ ദൂരെ നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകൾ കാണാം. ആ പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന വെള്ളമാണ് ഈ വഴി നമുക്ക് ഈ ഒരു റിവറിലൂടെ പോകുന്നത്. അടിപൊളി. എങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്ര അടുത്തെത്തി. ഒരു നിർത്തിക്ക് നോക്കട്ടെ. എന്റെ പൊന്നെ, ഇത് കണ്ടില്ലേ, ഹൈ പ്രഷർ പെൻസ്റ്റോക്ക് പൈപ്പ് ആണോ ഇത്? നമ്മൾ ആ കമ്പം തേനി റൂട്ടിലൂടെ പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുമളിയിൽ നിന്ന് താഴെ കമ്പത്തേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത് പക്ഷേ ഇതിന്റെ ഡബിൾ ഉള്ളതാ. ഇത് ചെറുതാ. ഇത് കണ്ടോ, 4 പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് പോകുന്നത്. ഈ 4 പെൻസ്റ്റോക്ക് പൈപ്പുകൾ പോയിട്ട് അവിടെ ആ താഴെ കാണുന്ന മുറിക്കുള്ളിലായിരിക്കും ഇതിന്റെ ജനറേറ്റർ ഉണ്ടാകുക. ടർബൈനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുക. അങ്ങനെ ടർബൈൻ പ്രവർത്തിച്ചിട്ട് ബാക്കി വെള്ളം അതിനകത്തൂടെ പോവും. ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ആ വൈദ്യുതി ഗ്രിഡിലൂടെ നമുക്കൊക്കെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കാച്ച്മെന്റ് ഏരിയയിൽ നിന്നും വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ താഴേക്ക് കൊണ്ടുപോയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു.
ആ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ഒരു ലീക്ക് ഒക്കെ ഉണ്ട് നോക്കി. ഇവിടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. എത്ര വെള്ളം പോകുന്നുണ്ടാവുമല്ലേ ഈ പൈപ്പിന്റെ ലീക്ക് കാരണം. വേറെ സംഭവമല്ലേ ശരിക്കും ഈ വൈദ്യുതി ഉൽപാദനം എന്നൊക്കെ പറയുന്നത്. ഈ കാണുന്ന സ്ഥലത്തൂടൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെയൊക്കെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്ത് പോവാം. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് പാപനാസം പ്രൊജക്ട് ലോവർ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ അഗസ്ത്യമല ട്രക്കിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പലരും. അഗസ്ത്യമല, ഈ അഗസ്ത്യമല എന്ന് പറയുന്നത് ശരിക്കും ആ മലയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് പൊന്മുടി എന്നാണെന്ന് തോന്നുന്നു നമ്മൾ അഗസ്ത്യമലയ്ക്ക് ട്രക്ക് ചെയ്ത് പോകുന്നത്. ശരിക്കും ഇവിടെ നിന്ന് ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്നുണ്ടോ, ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് പോലെ ഉണ്ട്. ഈ കാണുന്ന മല കയറി അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടിയായി, കേരളമായി. പക്ഷെ ഇവിടെ നിന്ന് വഴിയില്ല അങ്ങോട്ടേക്ക്. ട്രക്കിംഗ് റൂട്ട് ഉണ്ടാവും, അതല്ലാതെ നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള വഴിയൊന്നുമില്ല. ഇവിടെ ശരിക്കും വഴി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു 10-20 കിലോമീറ്റർ താഴെ നമുക്ക് പൊന്മുടി എത്താം. അതേപോലെ അത്ര അടുത്താണ് ഇവിടെ. ഇതിനകത്തൊരു പള്ളിയുണ്ട്, അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്. ലോവർ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇവിടെയൊക്കെ നമുക്ക് മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ജീവനക്കാരുടെ നമ്മുടെ ഗസ്റ്റ് ഹൗസുകളും അവരുടെ വീടുകളും അവരുടെ ഒരു ടൗൺഷിപ്പ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഗവിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും കാണത്തില്ലേ, അതേപോലെ തന്നെയുള്ള കുറെ സ്ഥലങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ടൈഗർ സാങ്ച്വറിയാ അങ്ങനെയൊക്കെ ഉണ്ടോ? കലക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവ്, ഇന്ത്യസ് ഫസ്റ്റ് ടൈഗർ സാങ്ച്വറി എന്നൊക്കെ പറഞ്ഞ രീതിയിലുണ്ട്. ടൈഗറും ടൈഗറിന്റെ ബേബിയും കണ്ടോ? ടൈഗറിന്റെ 2 ബേബീസിനെ കണ്ടോ? ടൈഗർ റിസർവ്, ടൈഗറിന്റെ 2 ബേബിയാ കൂടെ ഉള്ളത് കേട്ടോ. ആരാ? ഒരു അമ്മയാണോ ഒരു അപ്പയാണോ? അത് അമ്മയായിരിക്കും. 2 ബേബി അമ്മയല്ലേ? കബ്ബെന്നല്ലേ ടൈഗറിന്റെ പിള്ളേരെ പറയുന്നത്? ആണോ കബ്ബ്? അപ്പം സിംഹത്തിന്റെ പിള്ളേർക്ക് എന്താ പറയുന്നേ? ആണല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. അവിടെ ഒരു കിടിലം വീട്, താഴെ ഒരു കിടിലം പാലം. ഇതിനകത്ത് ഫോറസ്റ്റിന്റെ കുറെ സ്ഥലങ്ങളൊക്കെ വന്നു. ഇവിടെ ഇവിടെ സ്റ്റേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ സഫാരി ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്, സോറി മുത്തനയ്യാർ തിരുക്കോവിൽ എന്നും പറഞ്ഞുകൊണ്ട് കാടിനകത്ത്. ഇവിടെ ഒരു കാടിനകത്ത് ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും ഫോറസ്റ്റിനകത്ത്, ഡീപ്പ് ഫോറസ്റ്റിനകത്ത് കയറി വന്നപ്പോഴത്തേക്കിനും ഫർദർ മുന്നോട്ട് റോഡുണ്ട്, നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിന്റെ അവിടെ വരെ നമുക്ക് പോകാം. ഈ കാടിനകത്ത് ഇവിടെ ചായക്കടയൊക്കെ ഉണ്ടല്ലോ, ഓംലെറ്റ് ഒക്കെ കിട്ടും അവിടെ. അടിപൊളി. ബൃന്ദ ഹോട്ടൽ ഫിഷ് കറി മീൽസ്, മലയാളത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മീൻ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് ഒരു മലയുടെ മേളിലൊരു അമ്പലം കണ്ടായിരുന്നു. ആ അമ്പലമാണ് അങ്ങ് ദൂരെ കാണുന്നത്, കണ്ടില്ലേ നോക്കിയേ? അടിപൊളി. ഇതിന്റെ ഇവിടെ എല്ലാം ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പൊ ഈ അഗസ്ത്യ മലയെന്ന് ഒഴുകി വരുന്ന നദിയാണ് താമരഭരണി എന്ന് പറയുന്നത്. താമരഭരണി നദി ഒഴുകി പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഇപ്പുറത്തൊക്കെ നോക്കി, അടിപൊളി. ഇതിലൂടെയൊക്കെയാണ് നദി ഒഴുകി വരുന്നത്. ഇവിടെ എല്ലാം ആൾക്കാർ കുളിക്കുന്നുണ്ട് ഈ കാണുന്ന സ്ഥലത്തൊക്കെ നോക്കി. ആ അമ്പലം വരെ നമുക്ക് ഇവിടെ വരാം, കാടിനുള്ളിലുള്ള ഒരു അമ്പലം. ഇത് നല്ല കിടിലൻ സ്പോട്ടാ കേട്ടോ. ഇതിവിടത്തെ ഒരു കാനന ക്ഷേത്രം, ഹോട്ടൽ മത്താനിഷ് എന്നൊക്കെ പറഞ്ഞ ഹോട്ടലൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഇവിടത്തെ അമ്പലം. ഇതാണ് മറ്റേ അമ്പലം, അമ്പലത്തിലേക്കുള്ള വഴി. അമ്പലത്തിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് മങ്കിയുണ്ടാ? അവിടെ മങ്കിയുണ്ട്. അമ്പലത്തിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഈ കാണുന്ന വഴിയിലൂടെ അമ്പലത്തിലേക്ക് പോവാം. ഇവിടെ മൊത്തം മങ്കിയാ. അതെ, ഇവിടെ മൊത്തം മങ്കിയാണ്. മങ്കിനെ തുടർന്ന് അങ്ങോട്ട് ചെല്ല്, മങ്കി എടുത്തിട്ട് മാന്തും. അമ്പലം എന്തായാലും അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അത് മാത്രമല്ല, നമ്മളിപ്പോ അമ്പലത്തിൽ കയറാനുള്ളൊരു മൂഡിലും കൂടെ അല്ല വന്നത്. ഇവിടെ എല്ലാവരും കുളിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവിടെ ശിവന്റെ അമ്പലമാണ്. ഇവിടെ മൊത്തം കുരങ്ങന്മാരാ കേട്ടോ, മരത്തിന്റെ മേളിലും അവിടെയും താഴെ എല്ലാം കുരങ്ങന്മാരാ. അങ്ങനെ വീണ്ടും അവിടെ ഫോറസ്റ്റ് നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ അങ്ങോട്ട് കാട്ടിലേക്കുള്ള വഴി നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ എല്ലാം ടൈഗറിന്റെ ഫോട്ടോ ഉണ്ട്, പക്ഷെ നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റിയില്ല. എടാ പുഴയിൽ ഇറങ്ങണം, കുളിക്കണം. വേണ്ട 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 വേണ്ട, അതെന്താ ഒരു കുളി മതിയോ? ഇവിടെ കുറെ ആൾക്കാരുണ്ട്, എല്ലാം ഇങ്ങനെ അലമ്പായിരിക്കും. മറ്റടുത്ത് നിനക്ക് ഫ്രീ ആയിട്ട് എന്താ പറയാ പ്രൈവറ്റ് പൂള് കിട്ടിയപ്പോ നീ അങ്ങ് സുഖിച്ചു. അതെ, കുറെ ആൾക്കാരുള്ളപ്പോ അവന് പുച്ഛം. ചൂടായിരിക്കും. ചൂടുണ്ടോ? ഉണ്ടോ? നല്ലൊരു ദിവസമായിരുന്നു. വി എൻജോയ്ഡ് എ ലോട്ട് ടുഡേ. ഇന്ന് നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. ഫോറസ്റ്റിൽ നമ്മൾ അടിപൊളിയായിട്ട് കുറെ കാഴ്ചകളൊക്കെ കണ്ട്. പക്ഷെ ആനിമൽസിനെ ഒന്നും സ്പോട്ട് ചെയ്തില്ല നമ്മളല്ലേ? നല്ലതിനെ കണ്ടോ? മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. കുറെ കുരങ്ങന്മാരെ കണ്ട്. എന്താ ഋഷി?
ടൈഗറിനെ കാണിച്ചു തരാം കേട്ടോ. ടൈഗറിന്റെ ഫോട്ടോ എടുത്തിട്ട് അവിടെ ടൈഗറിന്റെ ഫോട്ടോ ഉണ്ട്, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും ഇവിടെ അടിപൊളിയാണ്. മഴയത്തൊക്കെ വരികയാണ്, ട്രിപ്പ് വരികയാണ്, അടിപൊളി സ്ഥലമാണ്, കിടില സ്ഥലമാണ്, നല്ല ഒരു കിടിലം വൈബുള്ള സ്ഥലമാണ്. ലൈക്ക് ഇപ്പം നല്ല ചൂടാണ്, ഈ ചൂടത്താണെങ്കിൽ പോലും നല്ല വൈബായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്, പൊന്മുടിയുടെ ഇപ്പുറത്തെ ഭാഗം. ഋഷിക്ക് ടൈഗറിനെ കാണിച്ച് തരാം. ഓക്കെ, നമ്മൾ തിരുവനന്തപുരം സൂയിൽ പോയിട്ട് നില്ല ടൈഗറിനെ കാണിച്ചു തരും. ഓക്കെ, ഹൈഫൈ. ഓക്കെ, ശരി, ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ നമ്മൾ ഒരു ഓർഗാനിക് ഫാർമറിന്റെ കൂടെ താമസിക്കാൻ പോവാം തമിഴ്നാട്ടിൽ. ഞാൻ Airbnb വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഓർഗാനിക് ഫാർമറാണ്. പുള്ളിയുടെ വീട്ടിൽ പോയി താമസിക്കാൻ പോവാണ്. പുള്ളിയുടെ ഫാമിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ സ്റ്റേ വിത്ത് ലോക്കൽ ആണ് നാളത്തെ പരിപാടി. സീ യു ഗൈസ് ടുമോറോ. അതുവരെയും